നമസ്കാരം. നമ്മൾ കേൾക്കുന്ന ചില ആശയങ്ങൾ എത്ര ലളിതവും എന്നാൽ ശക്തവുമാണെന്ന് തോന്നിയിട്ടില്ലേ? ഇന്ന് നമ്മൾ അത്തരമൊരു ആശയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള മനോഹരമായൊരു രൂപകം. ഓർക്കുക, ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു സ്രോതസ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, ഞങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വ്യക്തിയും, ഓരോ വിജയവും, ഓരോ ഓർമ്മയും അതൊക്കെ ഓരോ വിലയേറിയ മുത്തുകളാണ്. ഇതെല്ലാം കൂടി ചേർത്തുവെച്ചാൽ അതൊരു ഭംഗിയുള്ള മുത്തുമാല പോലെയില്ലേ? ഈ മാലയുടെ ഭംഗി അതിലെ മുത്തുകൾക്ക് മാത്രമല്ല, അല്ലേ? കാരണം ആ മുത്തുകളെല്ലാം ഒരുമിച്ച് നിർത്തുന്ന ഒന്നുണ്ട്, പലപ്പോഴും നമ്മൾ കാണാത്ത, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അപ്പോൾ നമുക്ക് ഈ മുത്തുമാല എന്ന ആശയത്തിലേക്ക് കുറച്ചുകൂടെ ആഴത്തിലൊന്ന് പോയി നോക്കാം, അല്ലേ? എന്താണ് ആ അദൃശ്യമായ ശക്തി? ഈ മാലയിലെ ഓരോ മുത്തും ഓരോ വ്യക്തിയാണ്. ഓരോന്നിനും അതിൻ്റേതായ ഭംഗിയും തിളക്കവുമുണ്ട്. നമ്മളെ ഒരുമിച്ച് നിർത്തുന്ന ഒരു പൊതുവായ ലക്ഷ്യം, അതാണ് ആ മാലയുടെ കൊളുത്തുപോലെ. പക്ഷേ ശരിക്കും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമേതാണെന്നറിയാമോ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, എന്നാൽ ആ മുത്തുകളെയെല്ലാം കോർത്തിണക്കി നിർത്തുന്ന ആ നൂല്, ആ ചരടാണ്. ആ ചരടാണ് ഈ മാലയുടെ ജീവൻ. സ്നേഹം, വിശ്വാസം, പരസ്പര ബഹുമാനം, വിട്ടുവീഴ്ച, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ആ ചരട്. ആലോചിച്ചു നോക്കൂ, മുത്തുകൾക്ക് എത്രയൊക്കെ ഭംഗിയുണ്ടായിട്ടും കാര്യമില്ല. ആ ചരട് ദുർബലമായാൽ, അതൊന്ന് പൊട്ടിയാൽ തീർന്നു, എല്ലാം ചിതറിപ്പോകും. ശരിയാണ്, വളരെ നല്ലൊരു രൂപകം. പക്ഷേ ഈ ആശയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയാണ് വരുന്നത്? നമ്മുടെ ഓരോ ദിവസത്തിലും ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കിയാലോ? ഒരു കുടുംബത്തിന്റെ കാര്യമെടുത്താലും ശരി, ഒരു ബിസിനസ് പാർട്ണർഷിപ്പായാലും ശരി, എന്തിന് ഒരു രാജ്യം തന്നെ ആയാലും, ആ കൂട്ടായ്മയുടെ നിലനിൽപ്പ് അതിലെ ആളുകളെ ബന്ധിപ്പിക്കുന്ന ഈ അദൃശ്യമായ ചരടിന്റെ ബലത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. എന്നാൽ ഈ ചരടിന്റെ ബലം പരീക്ഷിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്, അല്ലേ? ആരെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് വലിയൊരു തെറ്റുപറ്റുമ്പോൾ ആ മാല മുഴുവൻ പൊട്ടിപ്പോകുമോ എന്ന് പേടിക്കുന്ന നിമിഷങ്ങൾ. അപ്പോൾ എന്തു സംഭവിക്കും? ചരിത്രത്തിലെ ഉഹദ് യുദ്ധത്തിൽ നടന്ന ഒരു സംഭവം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. തന്ത്രപ്രധാനമായ ഒരു കുന്നിൻമുകളിൽ കാവൽ നിൽക്കാൻ കുറച്ച് അമ്പേത്തുകാരോട് കൽപ്പിച്ചിരുന്നു. പക്ഷേ യുദ്ധം ജയിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് അവർ ആ സ്ഥലം വിട്ടു. അതിന്റെ ഫലം വളരെ വലുതായിരുന്നു, ഒരു ദുരന്തം തന്നെയായിരുന്നു. 70ഓളം അനുചരന്മാരുടെ ജീവനാണ് ആ ഒരൊറ്റ പിഴവ് കാരണം നഷ്ടപ്പെട്ടത്. അതൊരു വെറും സംഖ്യയല്ല, ആ സമൂഹത്തിന് താങ്ങാനാവുന്നതിനും വലിയൊരു ആഘാതമായിരുന്നു അത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലെ നമ്മളെന്താ പ്രതീക്ഷിക്കുക? ആ തെറ്റുപറ്റിയവരെ കുറ്റപ്പെടുത്തും, ദേഷ്യപ്പെടും, കഠിനമായി ശിക്ഷിക്കും, അല്ലേ? എന്നാൽ പ്രവാചകൻ മുഹമ്മദിന്റെ പ്രതികരണം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു, തികച്ചും വ്യത്യസ്തം. ഇവിടെയാണ് നമ്മൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം പഠിക്കുന്നത്. ആ തെറ്റിന് ശിക്ഷിക്കുന്നതിനേക്കാൾ വലുത് ആ മുത്തുമാല പൊട്ടി ചിതറിപ്പോകാതെ കാക്കുക എന്നതായിരുന്നു. കാരുണ്യം കൊണ്ടും ക്ഷമ കൊണ്ടും ആ ചരടിനെ കൂടുതൽ ബലപ്പെടുത്തുകയായിരുന്നു പ്രധാനം. ഇത് ചരിത്രത്തിലെ വലിയ യുദ്ധങ്ങളിൽ മാത്രം ഒതുങ്ങുന്നൊരു കാര്യമല്ല കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മൾ മറ്റൊരാളെ തിരുത്തേണ്ടി വരുന്ന ചെറിയ സാഹചര്യങ്ങളിൽ പോലും ഇത് ഒരുപോലെ പ്രധാനമാണ്. ഉദാഹരണത്തിന്, ലുക്മാൻ എന്ന ജ്ഞാനി തന്റെ മകനെ ഉപദേശിക്കുമ്പോൾ യാ ബുനയ്യ, അതായത് എന്റെ പൊന്നുമോനെ എന്നാണ് വിളിക്കുന്നത്. ആ വിളിയിൽ തന്നെയുണ്ട് സ്നേഹം. തിരുത്തുന്നതുപോലും ആ സ്നേഹത്തിലൂടെയാണ്. അത് അവർക്കിടയിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുകയുള്ളൂ, അല്ലാതെ അകൽച്ചയുണ്ടാക്കില്ല. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കഥയിലേക്ക് പോകാം. മായിസ് എന്നു പേരുള്ള ഒരാൾ. അദ്ദേഹം താൻ ചെയ്ത ഒരു വലിയ തെറ്റ് പരസ്യമായി ഏറ്റുപറഞ്ഞ് അതിനുള്ള ശിക്ഷ വാങ്ങാനായി വന്നിരിക്കുകയാണ്. എന്നാൽ പ്രവാചകൻ ചെയ്തതെന്താണെന്നോ? അദ്ദേഹത്തെ ശിക്ഷിക്കാൻ തിടുക്കം കാട്ടിയില്ല. പകരം പലതവണ അദ്ദേഹത്തെ തിരിച്ചയച്ചു. സ്വകാര്യമായി ദൈവത്തോട് മാപ്പു ചോദിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിമാനം സംരക്ഷിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. പക്ഷേ മായിസ് നിർബന്ധിച്ചപ്പോൾ ശിക്ഷ നടപ്പാക്കേണ്ടി വന്നു. എന്നാൽ കഥ അവിടെ തീർന്നില്ല. അതിനുശേഷം നടന്നൊരു സംഭവത്തിലാണ് ഇതിലെ ഏറ്റവും വലിയ പാഠം ഒളിഞ്ഞിരിക്കുന്നത്. ശിക്ഷയ്ക്കു ശേഷം 2 പേർ മായിസിനെക്കുറിച്ച് അടക്കം പറയുന്നത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ കഠിനമായിരുന്നു. ചീഞ്ഞഴുകിയ ഒരു കഴുതയുടെ ശവം തിന്നുന്നതിനേക്കാൾ മോശമാണ് നിങ്ങളിപ്പോൾ ചെയ്തത് എന്ന്. അത്രയും ഗൗരവമുള്ള ഒന്നാണ് മറ്റൊരാളുടെ വീഴ്ചയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. മായിസിനെ ഏറ്റുപറയാൻ പ്രേരിപ്പിച്ച ആളോട് പ്രവാചകൻ ചോദിച്ചു, നിന്റെ വസ്ത്രം കൊണ്ട് അവന്റെ തെറ്റു മറച്ചുവെക്കുന്നതായിരുന്നില്ലേ നിനക്ക് കൂടുതൽ നല്ലത് എന്ന്. അതായത് നമ്മുടെ കടമ മറ്റുള്ളവരുടെ തെറ്റുകൾ ആഘോഷിക്കുകയല്ല, മറിച്ച് അത് മറച്ചുവെച്ച് അവരെ സംരക്ഷിക്കുക എന്നതാണ്. അതുവഴി നമ്മൾ ആ സമൂഹത്തിലെ വിശ്വാസമെന്ന ചരടിനെയാണ് സംരക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? നമ്മുടെ ബന്ധങ്ങളെ നിലനിർത്തുന്ന ആ മുത്തുമാലയിലെ പൊട്ടിപ്പോകാത്ത ചരടായി നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ മാറാൻ പറ്റും?
വഴി വളരെ വ്യക്തമാണ്. മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിനു പകരം അവരിൽ നന്മ കാണാൻ ശ്രമിക്കുക. തെറ്റുകൾ സൗമ്യമായി, സ്വകാര്യമായി തിരുത്തുക. വീഴ്ചകൾ മറച്ചുവെക്കുക. ക്ഷമിക്കാൻ പഠിക്കുക. ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരെ തളർത്തുന്നതിനു പകരം താങ്ങും തണലുമാവുക. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ മുത്തുമാലകൾ, അതായത് നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സൗഹൃദങ്ങൾ, നിങ്ങളുടെ സമൂഹം, ഇതിനെയെല്ലാം ഒരുമിച്ച് നിർത്തുന്ന ആ അദൃശ്യമായ ചരടുകൾക്ക് എത്രത്തോളം ബലമുണ്ട്?